പത്തനംതിട്ട മെഴുവേലിക്ക് സമീപം ആലക്കോട് എന്ന സ്ഥലത്താണ് വീടിന് നേരെ അഞ്ചംഗ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകൾ അക്രമികൾ അടിച്ചു തകർത്തു. വീടിന്റെ പോർച്ചിലുണ്ടായിരുന്ന കാറിന്റെ ചില്ലും അക്രമികൾ അടിച്ചു തകർത്തു. അതിനുശേഷം വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെയും ചില്ല് ഈ മുഖംമൂടി സംഘം അടിച്ചു തകർത്തു. ഇതാണ് വീടിന്റെ മുന്നിൽ കിടന്നിരുന്ന കാറിന്റെ പുറകുവശത്തെ ചില്ലാണ് പൂർണ്ണമായും അടിച്ചു തകർത്തത്. വീടിന്റെ പോർച്ചിനകത്തുണ്ടായിരുന്ന കിടന്നിരുന്ന കാറാണിത്. ആ കാറിന്റെയും പുറകുവശത്തെ ചില്ല് അക്രമികൾ പൂർണ്ണമായും തല്ലി തകർത്തു. വീടിൻ്റെ പുറവശത്തുണ്ടായിരുന്ന ഭാഗത്തെ ജനൽ ചില്ലുകളും ഈ മുഖംമൂടിധാരികൾ അടിച്ചു തകർത്തു. മുഖംമൂടിധാരികൾ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ 4 വശത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യത്തിൽ 5 പേർ മുഖംമൂടി ധരിച്ച് വീടിൻ്റെ മുറ്റത്തേക്ക് വരുന്നത് കൃത്യമായി കാണാം. ഇതിൽ ഏറ്റവും മുന്നിൽ നടക്കുന്ന ആൾ കാലിന് സ്വാധീനക്കുറവുള്ള ഒരാളാണ്. 5 പേരും മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. അതിനുശേഷം വീടിൻ്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ആ കാറിന് സമീപത്തു കൂടി ഒരാൾ വീടിൻ്റെ ആ ഭാഗത്തേക്ക് നടന്നു പോവുകയും പിന്നീട് അവിടെ നിന്ന് ഈ കാറിൻ്റെ മുൻവശത്തേക്ക് ഒരു കല്ല് വലിച്ചെറിയുന്നതും കാണാം. അതിനുശേഷം മറ്റൊരു CCTV ദൃശ്യത്തിൽ ഒരാൾ സമാന രീതിയിൽ വീടിൻ്റെ മുറ്റത്തേക്ക് വരികയും വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലേക്ക് ഒരു ആയുധം ഉപയോഗിച്ച് അടിക്കാൻ ഓങ്ങുന്നതിൻ്റെ ദൃശ്യവുമുണ്ട്. അവിടം വരെ നമുക്ക് ആ ദൃശ്യം കാണാൻ സാധിക്കും. അതിനുശേഷം CCTV ക്യാമറ തകർത്ത നിലയിലാണ്. ഈ അക്രമികൾ തന്നെയാണ് CCTV ക്യാമറകൾ നശിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം വീട്ടിലെ ഗൃഹനാഥ 74 വയസ്സുള്ള മേഴ്സി ജോൺ ചേരുകയാണ്. എന്താണെന്ന് രാത്രി സംഭവിച്ചത്? രാത്രി 2:30 മണിയായപ്പോൾ 10:05-24 രാത്രി ഒരു 2:20 2:30 ആയപ്പോൾ ഭയങ്കര ശബ്ദം, പൊട്ടുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഈ ഗ്ലാസ്സുകളെല്ലാം പൊട്ടി കിടക്കുന്ന ശബ്ദം കേട്ടു. എനിക്ക് മറ്റൊന്നും, ഞാൻ കതവ് തുറന്നിറങ്ങിയില്ല. ഇതിനു മുൻപും ഭീകരമായ അന്തരീക്ഷങ്ങൾ ഇവിടെ വന്ന ശത്രുക്കൾ ഈ കതകിനിട്ട് തൊഴിക്കുകയും ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പം കല്ല് എടുത്ത് ഞങ്ങളെ വഴി തടയുകയും ആക്രമിക്കാൻ വരികയും വണ്ടി തടയുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാരണം ആര് വന്നാലും ബെല്ലടിച്ചാലും ഞാൻ കതക് 6 മണി കഴിഞ്ഞ് തുറക്കാറില്ല. ആ കാരണത്താൽ ഈ പ്രാവശ്യം ഞാൻ കതവ് തുറന്നില്ല. പെട്ടെന്ന് ക്യാമറ നോക്കിയപ്പോൾ ഗ്ലാസ് എല്ലാം പൊട്ടി കിടക്കുന്നു. ക്യാമറ നോട്ട് ഫങ്ഷനിങ് ആണ്. ഞാൻ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു, എലവന്തട്ട പോലീസ് സ്റ്റേഷനിൽ. ഒരു പ്രകാരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമായിട്ടോ സ്വസ്ഥമായിട്ടോ ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുടുംബസമേതം കുഞ്ഞുങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ കഴിയുന്നത്. ഉറങ്ങാനും പറ്റുന്നില്ല. അടുത്ത വീട്ടിൽ ആൾക്കാരുണ്ട്. അവരാണെന്ന് ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ, കതവ് തുറന്ന് പോലീസ് നോക്കിയപ്പോൾ അവരെല്ലാം വെളിയിൽ നിൽക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ മുഖംമൂടി ധരിച്ചെത്തിയ ആക്രമണം നടത്തിയ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയില്ല, ആരാണെന്ന് അറിയില്ല? മുഖംമൂടി ധരിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആരാണെന്ന് അറിയില്ല. പക്ഷേ ഇതിനു മുൻപ് ഞങ്ങളെ ആക്രമിക്കാൻ വന്നവർ ആണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സൂചന പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതിന് തക്കതായ പോലീസ് തന്നെ വന്ന് ഞങ്ങൾക്ക് വണ്ടി കടത്തി വിട്ടിട്ടുണ്ട്. പിന്നെ കരിങ്കല്ലുമായിട്ട് ഇങ്ങനെ വണ്ടിക്ക് മുന്നേ നിൽക്കുമായിരുന്നു, വണ്ടി ഇറക്കാൻ മേലാതെ. ഉടനെ ഞാൻ പോലീസിനെ വിളിച്ചു. SI വന്ന് ഞങ്ങളുടെ വണ്ടി കടത്തി വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയും കൊണ്ട് പുറത്ത് പോയപ്പോൾ എന്നെ വിളിച്ച് ഭീഷണി പറഞ്ഞു. അതായത് നേരത്തെയും അമ്മയ്ക്ക് ഇവിടെ ചിലരിൽ നിന്നെല്ലാം ഭീഷണിയുണ്ട്. അവരെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സൂചന പോലീസിന് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അന്വേഷണം നടത്തി ഈ മുഖംമൂടിധാരികളെ, ആക്രമണം നടത്തിയ ആളുകളെ പിടികൂടണമെന്നാണ് ആവശ്യം. പിടികൂടണം. നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങണം, ജീവിക്കണം. ഇതേ ഉള്ളൂ. നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല. ഇവർക്ക് 29 സെന്റ് ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ തമ്മിലുള്ള വസ്തുതർക്കമായിരിക്കും അല്ലേ? ഏതായാലും ഈ ഒരു വിഷയത്തിൽ പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് 2 കാറുകളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ ആക്രമണത്തിനിരയായിട്ടുള്ളത്. ഇതിൽ ഒരു കാർ ഒരു വീട്ടുകാരുടെയും മുറ്റത്ത് കിടന്ന മറ്റൊരു കാർ ഇതിൻ്റെ ഓപ്പോസിറ്റ് എതിർഭാഗത്തുള്ള വീട്ടിലെയുമാണ്. അവരും ഈ സംഭവം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? അന്ന് രാത്രിയിൽ ഈ പുള്ളിക്കാരത്തി ജനലിൻ്റെ അടുത്താണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പടുക്കുന്ന ശബ്ദം കെട്ടി ജനലിൽ 2 അടിക്കുന്ന പോലെ കിട്ടു. അന്നേരം ഇവൾ വന്ന് ഞങ്ങളെ എല്ലാം വിളിച്ചു. ഞങ്ങൾ ചാടി എഴുന്നേറ്റ്, ഇവിടെ ആൺപിള്ളേരുണ്ടായിരുന്നു, അവരെ കൂടെ തല്ലി വിളിച്ചുണർത്തി ഇവിടെ വന്നപ്പോഴത്തേക്കും അവർ ഓടിക്കളഞ്ഞു. ഞങ്ങൾ CCTV ദൃശ്യം കണ്ടു. അതിനകത്ത് ഒരു 5 പേര് മുഖംമൂടി ധരിച്ചാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ക്യാമറയിൽ ഞങ്ങൾ കണ്ട് 5 പേരുണ്ട്. കമ്പിയും കൊണ്ടാണ് വന്ന് ഇതുവഴിയാണ് താഴെ കൂടെ കയറിയത്. വന്ന് കമ്പിയും കൊണ്ട് അടിച്ചു കണ്ണാടിയെല്ലാം പൊട്ടിക്കുന്നത് കണ്ടു. ഈ വിഷയത്തിൽ നിങ്ങളും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണ്? പ്രതികളെ പിടികൂടണമെന്ന് തന്നെയാണ്. കൂടണമെന്ന് തന്നെയാണ്. ഈ ചെയ്തവരെ ഞങ്ങൾക്കും ഒന്ന് അറിയണം, ആരാ ചെയ്യിപ്പിച്ചെന്നും ചെയ്തെന്നും എല്ലാം.
ഇങ്ങനെ എത്ര നാളായി കഴിയുന്നത്. അപ്പോൾ ഇവരെ ചെയ്യിപ്പിച്ച ആളിനെ ഞങ്ങൾക്ക് പിടിക്കണം. അതായത് ഇത് ഇത്തരത്തിൽ ഇങ്ങനെ 5 പേർ മുഖംമൂടി ധരിച്ച് വന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണമെന്ന് തന്നെയാണ് അത് തന്നെയാണ് നിങ്ങളുടെ ആവശ്യം. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ വീടിന് നേരെയല്ല ആക്രമണം ഉണ്ടായത്, മറുവശത്തെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളുടെ കാർ മൊത്തം തല്ലി നശിപ്പിച്ചു. അത് ഞങ്ങൾ വന്ന അന്ന് തൊട്ടേ ഇവർക്ക് ഞങ്ങളോട് ശത്രുതയാണ്. അവിടെ വണ്ടി ഇടാനൊക്കത്തില്ല, ആ കാർ മൊത്തം നശിപ്പിച്ചിട്ടേക്കുക. അപ്പം അതെ ആന്നോ. ഏതായാലും ഈ ഒരു വിഷയത്തിൽ 2 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെ വീട്ടുമുറ്റത്ത് കിടന്ന കാറുകളാണ് നശിപ്പിക്കപ്പെട്ടത്. ഒപ്പം തന്നെ മറുവശത്തുള്ള വീട്ടുകാരുടെ മേഴ്സി ജോൺ എന്ന് പറഞ്ഞ ആ വീട്ടമ്മയുടെ വീടിൻ്റെ ജനൽ ചില്ലുകളാണ് ഈ ആക്രമണകാരികൾ തകർത്തിരിക്കുന്നത്. ഈ 5 പേരടങ്ങിയ മുഖംമൂടി സംഘം അവരെ കൃത്യമായി പോലീസ് ഐഡൻറ്റിഫൈ ചെയ്ത് പിടികൂടണം എന്ന ആവശ്യമാണ് ഈ വീട്ടുകാർക്ക് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.